എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഒരു 10ഓളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ നല്ല ചോദ്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കുറച്ച് 2-3 ട്രിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെച്ച് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43 സ്ക്വയർ മൈനസ് 42 സ്ക്വയർ ആണ് ആദ്യത്തെ ചോദ്യം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എന്ത് ഫോമിലാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ആരാ? 43 ബി ആരാ? 42 നമ്മൾ അത് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 43 പ്ലസ് 42 ഗുണിക്കണം 43 മൈനസ് 42 അങ്ങനെ വരും. അപ്പോൾ ഇതെന്തായി? 43 42 കൂട്ടിയാൽ 85 ഗുണിക്കണം 43 42 പോയാൽ 1. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 85. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 85 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലാണ് വരുന്നത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ 43 42 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 അല്ലേ? എ മൈനസ് ബി എത്രയാണ്? 1. അതായത് 43 42 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1. വേറെ അപ്പം അങ്ങനെയാണ് എങ്കിൽ ഉത്തരം കിട്ടാൻ ഇതിനൊന്നും നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി? നേരെ 43 42 കൂട്ടുക, 85. അതായിരിക്കും നമ്മുടെ ഉത്തരം. മനസ്സിലായല്ലോ? വേറെ ചെറിയൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്ക്, 11ൻ്റെ സ്ക്വയർ കാണണ്ട, 10ൻ്റെ സ്ക്വയർ കാണണ്ട. ഇവിടുത്തെ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാൻ പോവാ. എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്? 1. 11 10 പോയാൽ 1. അപ്പോൾ വ്യത്യാസം 1. നമുക്ക് എന്തോ മനസ്സിലായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. ഉത്തരം എത്രയായിരിക്കും? 11 കൂട്ടണം 10, ഉത്തരം 21. വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എത്രയാണെന്ന് പറയും? 49 സ്ക്വയർ മൈനസ് 48 സ്ക്വയർ എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു പെൺകുട്ടി 25 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ 6 മണിക്കൂർ തൻ്റെ കാർ ഓടിക്കുന്നു. അവൾ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് വേഗത എത്രയാണ് തന്നിട്ടുണ്ട്. വേഗത എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത എന്ന് തന്നിട്ടുണ്ട്. എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 മണിക്കൂറാണ് എന്നും തന്നിട്ടുണ്ട്. 6 മണിക്കൂറാണ് എന്നും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ദൂരമാണ്. സഞ്ചരിച്ച ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? ദേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? ദേ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു, എന്നിട്ട് എന്താ? DST നമ്മുടെ കോഡ് എഴുതി. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? ദൂരം. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾക്ക് കാണേണ്ടത്. അപ്പോൾ ദാ സ്പീഡ് ഗുണിക്കണം ടൈം. സ്പീഡ് ഗുണിക്കണം ടൈം. അപ്പോൾ അതായത് വേഗത ഗുണിക്കണം സമയം. ചെയ്യേണ്ടേ? വേഗത എത്ര ഇവിടെ? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ സമയം 6 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 25 മീറ്റർ പെർ സെക്കൻഡിനെ എന്താക്കണം? കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണം. കാരണം വേഗതയും സമയവും എന്തിൽ വരണം? കിലോമീറ്ററിൽ വരണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ 25 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യുന്നു? ഗുണിക്കണം. ആരെ കൊണ്ട് ഗുണിക്കുന്നു? ദേ 18/5 എന്ന കോൺസ്റ്റൻ്റുമായിട്ട് ഗുണിക്കുന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ അതാ വെട്ടിച്ചെറുതാക്കിയാൽ 5 × 18 എത്രയാ? 90 എന്ന് കിട്ടി. നോക്ക്, അപ്പോൾ ഞാനിതിന് പകരം ഞാൻ എന്ത് എഴുതാണ്? 90 കിലോമീറ്റർ പെർ അവറിൻ്റെ 90 മാത്രം എഴുതാതെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഗുണിക്കണം 18/5 ആണ്. അപ്പോൾ ഇതിനെ വെട്ടിച്ചെറുതാക്കി 5 × 18 90 കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്? വേഗത എന്ന് പറയുന്നത്. അപ്പോൾ വേഗത 90 ആണ്. സമയം എന്ന് പറയുന്നത് 6 ആണ്.
അപ്പോൾ എന്തായിരിക്കും ദൂരം? എത്ര ദൂരമായിരിക്കും കവർ ചെയ്തിട്ടുണ്ടാവുക? 90 × 6 9 54 ഒരു 0 കൂടി 540 കിലോമീറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിൾ ചോദ്യം അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 കൂട്ടണം അങ്ങനെ പോയി 100 വരെ കൂട്ടണം അല്ലേ? അപ്പം ഇതെല്ലാം കൂട്ടിയാൽ എത്ര കിട്ടാന്ന് ചോദ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എത്രയാണെന്ന് അറിയാം. എത്രയാണ്? n × n+1 ആണ് എന്ത്? ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? n × n+1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ എത്രയാണെന്ന് അറിയണ്ടേ? ഇപ്പോൾ ഇരട്ട സംഖ്യകളായതുകൊണ്ട് ഇതിൻ്റെ എണ്ണം എത്രയാണ് അല്ലെങ്കിൽ n എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. അവസാനത്തെ ഇരട്ട സംഖ്യ ഏതാ? അതേ 100. അവസാനത്തെ സംഖ്യ ഏതാ? 100 അല്ലേ? അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. 100ൻ്റെ പകുതി എത്രയാ? 50. 100ൻ്റെ പകുതി എത്ര? 50. അപ്പോൾ n എത്രയാ? 50. n 50 ആണെന്നുണ്ടെങ്കിൽ n+1 എത്രയായിരിക്കും? 51 ആയിരിക്കും. n 50 ആണെന്നുണ്ടെങ്കിൽ n+1 എന്തായിരിക്കും? 51 ആയിരിക്കും. 50 × 51 ഗുണിച്ചാൽ എത്ര കിട്ടുക? 2550 ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക. ഉത്തരം എത്രയാണ്? 2550. സിമ്പിൾ ചോദ്യം അല്ലേ? ഇവിടെ ആകെ നമുക്ക് അറിയേണ്ട കാര്യം എന്തായിരുന്നു? തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1 ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. n കണ്ടുപിടിക്കാൻ അറിയണം. ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറയുമ്പോൾ അവസാനത്തെ ഇരട്ട സംഖ്യ ഏതാ? 100 ആണ്. അതിൻ്റെ പകുതി എടുത്ത് എന്ത് കിട്ടും? n-ൻ്റെ വില കിട്ടും. അപ്പോൾ അതും നമുക്ക് കിട്ടി അല്ലേ? അതിൻ്റെ ഒപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n² ആണ്. മറക്കണ്ട കേട്ടോ. ഓക്കെ ആണല്ലോ? അതുപോലെ എണ്ണൽ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ n × n+1/2 ആണ്. ഇതൊന്നും നിങ്ങൾ മറക്കില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക. ഏജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. രവിയുടെയും സജിയുടെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4. 3 വർഷം മുമ്പ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:5. എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്കിത് ചെയ്തു നോക്കാം. ആദ്യം വയസ്സിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് ചെയ്യാം? ഒരു ടേബിൾ പോലെ എഴുതി ശീലിക്കുക. അതേ രവിയുടെ പേരെഴുതി, അതുപോലെ സജിയുടെ പേരെഴുതി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം 3:4 ആണ്. രവി 3, സജി 4. ഇനി എന്താ പറഞ്ഞേ? 3 വർഷം മുമ്പ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരുന്നു? 3:5 ആണ്. അത് എത്ര വർഷം മുമ്പാ? 3 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് മറക്കണ്ട കേട്ടോ. 3 വർഷങ്ങൾക്ക് മുമ്പ് 3:5 ആണ്. ഇതേപോലെ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്ന മനസ്സിലായല്ലോ. ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം രവി സജി എന്ന് എഴുതി. അതിനുശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. അതുപോലെ എഴുതി. ഇനി എന്ത് പറഞ്ഞു? 3 വർഷം മുമ്പ് എന്താണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്? 3:5 ആയിരുന്നു. അത് അതേപോലെ എഴുതാം. മനസ്സിലായല്ലോ? ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് വേണ്ടത് എന്താ? എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? രവിയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പോൾ ഇതല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? ആ 3 എടുക്കുക. ആ 3 അതേപോലെ എടുക്കുക, ഗുണിക്കണം. എന്നിട്ട് എത്ര വർഷം വ്യത്യാസം അവിടെ വന്നേക്കുന്നത്? ഈ 3 വ്യത്യാസം വന്നാണ്ടോ? ഇതൊക്കെ 3 ആയതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 3 വന്നത് കണ്ടോ? അതെന്താ? 3 വർഷം മുമ്പ് എന്നാണ് പറഞ്ഞേക്കണേ. ആ വർഷങ്ങളുടെ വ്യത്യാസം അതെത്രയാ? 3. അതുകൊണ്ട് ഗുണിക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഗുണിക്കാനുണ്ട്. ആരെ ഗുണിക്കണം? ഇതാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ വ്യത്യാസം. ഇവിടുത്തെ റേഷ്യോയിലുള്ള ഇതാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ വ്യത്യാസം എത്രയാ? 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? മൈനസോ പ്ലസോ നോക്കണ്ട. 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2. കറക്റ്റ് ആണല്ലോ. ഡിവൈഡഡ് ബൈ. ഇനി എന്ത് ചെയ്യുക? നേരെ ക്രോസ് ഗുണിക്കുക. 3 × 5 എത്രയാ? 15 മൈനസ്
3 ഇൻറ്റു 4 എത്രയാ 12. ഓക്കെ ആണല്ലോ. 3 ഇൻറ്റു 2 എത്രയാ 3 9 9 2 18 ഡിവൈഡഡ് ബൈ 15ൽ നിന്ന് 12 പോയാൽ 3. എത്രയാ നമ്മുടെ ഉത്തരം കിട്ടുക? അപ്പോൾ 18/3 എത്രയാ? 6 വയസ്സാണ് ആർക്കുള്ളത്? രവിക്ക് ഇപ്പോഴുള്ളത്. സിമ്പിൾ ചോദ്യമല്ലേ? പറഞ്ഞ മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇതേ അടുത്ത ചോദ്യം നോക്ക്. ഒരു അഷ്ടഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? ഇത് റാങ്കിങ് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഒരു അഷ്ടഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? അപ്പോൾ ഇതിനൊരു കുഞ്ഞ് ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഇക്വേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഇക്വേഷൻ എന്ത് ചെയ്ത് നോക്ക്. n ഇൻറ്റു n-3/2 ആണ്. എന്താണ്? n ഇൻറ്റു n-3/2 ആണ്. ഇവിടെ n എന്താണ്? വശങ്ങളുടെ എണ്ണമാണ്. വശങ്ങളുടെ എണ്ണമാണ് എന്ത്? n എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താണ്? വികരണങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n-3/2 ആണ്. എന്തിൻ്റെ? ഏത് പോളിഗണായാലും, ഏതൊരു ബഹുഭുജം ആണെങ്കിലും എന്താണ്? അതിൻ്റെ വികരണങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു n-3/2 ആണ്. ഇവിടെ അഷ്ടഭുജം എന്നാണ് തന്നിട്ടുള്ളത്. അഷ്ടഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു 8-3 ഡിവൈഡഡ് ബൈ 2. അതായത് 8 ഗുണിക്കണം 5/2 ആണ് കാണേണ്ടത്. വെട്ടിച്ചെറുതാക്കിയാൽ 4 ഇൻറ്റു 5 എത്രയാ? 20 വികരണങ്ങൾ വരയ്ക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. നോക്ക്, ഷഡ്ഭുജം ആണെങ്കിലോ, ഷഡ്ഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 6 വശങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്തായി? 6 ഗുണിക്കണം 6-3 ഡിവൈഡഡ് ബൈ 2. ഇതേ നോക്കുക. അപ്പം എന്തായി? 6 ഗുണിക്കണം 3/2 എത്രയാ? വെട്ടിച്ചെറുതാക്കിയാൽ കിട്ടുക 9. മനസ്സിലായല്ലോ. ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഇക്വേഷൻ മറക്കണ്ട. റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. 10² പ്ലസ് 55² മൈനസ് 45². ചെയ്തു വരുമ്പോൾ കുറേ സമയമാവും അല്ലേ. പക്ഷെ നിങ്ങളൊരു കാര്യം നോക്ക്. ദേ ഈ 10² ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അത് എത്രയാ? 100 ആണ്. ബാക്കിയുള്ള ഭാഗം നോക്ക്. ദേ ഇത് നോക്ക്. 55² മൈനസ് 45². നമ്മൾ പഠിച്ചൊരു സാധന. എന്താ അത്? a² മൈനസ് b² ഫോർമുല. ഇനി നിങ്ങൾ പറ, a² മൈനസ് b² എന്താ? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എന്താണ് a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പം ഞാൻ ഈ 10² അതേപോലെ നിർത്തുക. അതിപ്പോൾ 10² എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 എന്ന് എഴുതാമല്ലോ. ഞാൻ 10² 100 എന്ന് എഴുതി. കൂട്ടണം. ഇനി ഇതാക്കുന്ന ഇതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം സെപ്പറേറ്റ് എടുത്ത് ഞാൻ ചെയ്യാൻ പോവാം. 55² മൈനസ് 45² ഞാൻ a² മൈനസ് b² എന്നുള്ള പോലെ ആക്കിയാൽ 55-ന് k എന്നും 45-ന് ഞാൻ b എന്നും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതിയാൽ 55 പ്ലസ് 45, അതുപോലെ തന്നെ 55 മൈനസ് 45 എന്നായിട്ട് അത് മാറി. പെട്ടെന്ന് മാറി. അപ്പോൾ ഇത് നോക്ക്. 100 കൂട്ടണം. ഈ 100 അതേപോലെ എഴുതി. 55 45 കൂട്ടിയാൽ എത്രയാ? 100 ഗുണിക്കണം 55 45 പോലെ എത്രയാ? 10. എത്രയാ പോയി വരിക? 100 കൂട്ടണം 100 ഇൻറ്റു 10 എത്രയാ? 1000. 100 കൂട്ടിയാൽ എത്ര വരിക? 1100 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇതൊന്നും കണ്ടിട്ട് ഇത്ര സമയം എടുക്കുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ ചെയ്ത് ഫാസ്റ്റായി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമല്ല. നിങ്ങളിതേ ഈ സാധനം നിങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്തെഴുതും? 10² 100 എന്നെഴുതി പ്ലസ് 55² മൈനസ് 45² എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ 55 പ്ലസ് 45 എത്രയാ? 100 ഗുണിക്കണം 55 മൈനസ് 45 എത്രയാ? 10. ഇതേ ഇത്രയേ ഉള്ളൂ പരിപാടി. 1000 കൂട്ടണം 100 1100. ഇങ്ങനെ ഇത്ര സ്റ്റെപ്പിൽ ഒറ്റ എഴുത്തിൽ നമ്മുടെ ഉത്തരം കിട്ടുന്ന ചോദ്യമാണിത് കേട്ടോ. ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് മൊത്തമായിട്ട് പറഞ്ഞു പോകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കുക. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്?
അതായത് കാണാൻ പറഞ്ഞിട്ടുള്ളത് 1 + 2 + 3 + 4 അങ്ങനെ പോയി 100 വരെ എത്തുന്നു. ഇത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇത് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം എന്താ ചെയ്യാൻ അറിയുന്നത്? എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ n × n+1/2 ചെയ്താൽ മതിയാകും. n × n+1/2 ചെയ്താൽ മതിയാകും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതെന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ. ഇനി നോക്ക്, 100 വരെ, 10 വരെ, 1000 വരെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 + 2 + 3 ഇങ്ങനെ പോയി +10 വരെയാണ് കാണാൻ പറഞ്ഞത് വെച്ചാൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? 10 വരെയാണ് കാണാൻ പറഞ്ഞത് വെച്ചാൽ 10ൻ്റെ പകുതി എടുക്കുക. നമ്മുടെ 10ൻ്റെ പകുതി എടുക്കുക. എത്ര 10ൻ്റെ പകുതി? 5. ആ 5 2 തവണ എഴുതിയാൽ മതി. ഇനിയിപ്പോൾ 100 വരെ, നമ്മുടെ ചോദ്യത്തിൽ 100 വരെയാണ് കാണാൻ പറഞ്ഞത് വെച്ചാൽ 100ൻ്റെ പകുതി എടുക്കുക. 100ൻ്റെ പകുതി എത്രയാ? 50. അത് 2 തവണ എഴുതിയാൽ മതി. ഇനി നോക്ക്, ഇങ്ങനെ പോയി 2 + 3 അങ്ങനെ പോയി 1000 വരെ ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഉത്തരം? 1000ൻ്റെ പകുതി എത്രയാ? 500. അത് 2 തവണ എഴുതിയാൽ മതി. മനസ്സിലായോ? സിമ്പിളല്ലേ? അപ്പോൾ ഇനി ഇത് ഭാഗത്തുനിന്ന് കിട്ടിയാൽ എത്ര സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഉത്തരം എഴുതും? ഇതിൻ്റെ ഉത്തരം എഴുതും? മറക്കണ്ട. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ഇക്വേഷൻ പഠിക്കണം? n × n+1/2 ചെയ്യണം. പഠിക്കണം. കാരണം ഇത് 100 ആവുമ്പോഴും 10 ആവുമ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ചില കേസുകളിൽ നമ്മളോട് 25 എണ്ണത്തിൻ്റെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. പക്ഷെ എന്താണ് ഇതിൽ തന്നേണ്ട കാര്യം? എന്താ? ഇങ്ങനത്തെ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചാൽ കൂടുതലും 10 വരെയുള്ളത്, 100 വരെയുള്ളത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കുക. √248 + √52 + √144 ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം ഈ റൂട്ടില്ലേ ഇതിനെ മാറ്റണം. ഞാനിത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എത്രയായി? √144 എത്രയായി? 12 ആണ് അല്ലേ? 144ൻ്റെ റൂട്ട് 12 ആണ്. ഈ 52ഉം 12ഉം കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 64 അല്ലേ കിട്ടുക? അപ്പോൾ ഈ ചോദ്യം എങ്ങനെയായിട്ട് മാറി? 248 + √64 ആയിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താ ഞാൻ പറഞ്ഞത്? ആദ്യം എന്ത് പറഞ്ഞു? ഞാൻ ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള 144 ആദ്യം ചെയ്തു. അത് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 12 ആണ് എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് ബാക്കി എന്തുണ്ട്? ഞാൻ മൊത്തത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദ്യം ഒന്ന് എഴുതേ. √52 + √144. ഇനി ഇവിടെ നോക്ക്, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? ഇവിടെ 52 + √144 ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഏറ്റവും വലതുവശത്തുള്ള ഈ ഭാഗം ഉണ്ടല്ലോ √144 അതെത്രയാണ് എന്നാണ് എഴുതുക. അതെത്രയാണ്? 144ൻ്റെ റൂട്ട് എത്രയാണ്? 12. എന്തോ നോക്ക്. ഇനി 52 + 12, 52ഉം 12ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 64. 64ന് റൂട്ട് ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 8 × 64. അപ്പോൾ അത് എത്രയാ? 8. മനസ്സിലായല്ലോ? അപ്പോൾ 248 കൂട്ടണം 8. 248 8 കൂട്ടിയാൽ 256. 256ൻ്റെ റൂട്ട് എത്രയാ? 16 അല്ലേ? 16 അല്ലേ 256ൻ്റെ റൂട്ട്? അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 16. ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇവിടെ ചെയ്യാം, പിന്നെ ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് ഇത് മൊത്തത്തിൽ ചെയ്യാം, എന്നിട്ട് അവസാനത്തായിട്ട് കൂട്ടിയിട്ട് മൊത്തത്തിൽ ചെയ്യാം. അങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഉത്തരം കിട്ടും കേട്ടോ. അങ്ങനെ തന്നെ ചെയ്താൽ ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ഭിന്നസംഖ്യകളെ ഗുണിക്കാനും കൂട്ടാനുമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം ഇത് ചെയ്യാം. ഞാൻ ആദ്യം ഒന്ന് ചോദ്യം എടുത്ത് എഴുതാം. 1/2 ഗുണിക്കണം 2/3 ഗുണിക്കണം 3/4 കൂട്ടണം 1/4. ഇവിടെ നോക്ക്, ഇത് മൊത്തത്തിൽ ഗുണിക്കാനാ അല്ലേ? ഞാനപ്പോൾ അത് ആദ്യം ചെയ്യാലോ. ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇവിടെ വെട്ടാൻ പറ്റും. 2 കോമൺ ആണ്, വെട്ടിപ്പോയി. ഇതാക്കുന്നത് ഈ 3 ഉണ്ട്, അതും വെട്ടിപ്പോയി. ഇനി ബാക്കിയുള്ള എന്താ? 1/4 മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരാൾ കൂടി പറയാം. 1/2 ഗുണിക്കണം 2/3 ഗുണിക്കണം 3/4 കൂട്ടണം 1/4 ആണല്ലോ.
ഇതിനപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഗുണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഭിന്നസംഖ്യകൾ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1 ഗുണിക്കണം 2 ഗുണിക്കണം 3, ഈ മേലെയുള്ളതെല്ലാം ഗുണിച്ചു അല്ലേ. അതേപോലെ താഴെ 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 പ്ലസ് ഈ 1/4 ഉണ്ട്. അപ്പം ഇത് നോക്ക്, ഇവിടെ വെട്ടുന്നതാണ്, 2 2 വെട്ടിപ്പോയി, ഈ 3 3 വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി ആരുണ്ട്? 1/4. 1/4 കൂട്ടണം 1/4. ഇനി ഞാൻ പറയാണ്, നോക്ക്, ഒക്കെ ശരിയാണ്, ഛേദവും തുല്യമാണ്. ഓക്കെ, ഞാൻ ആ രീതിക്ക് പറഞ്ഞിട്ട് ബാക്കി പറയാം. ഛേദവും തുല്യമാണ്. അപ്പോൾ ആ ഛേദത്തെ അതേപോലെ എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? അംശം നേരെ കൂട്ടിയാൽ മതി. ഛേദവും തുല്യമാണ് ആയിട്ടുള്ള ഭിന്നസംഖ്യകളെ കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഈ താഴെയുള്ളതാണ് ഛേദം. ഈ ഛേദവും തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകളെ കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആ ഛേദം അതുപോലെ എടുത്തെഴുതിയിട്ട് മേലെയുള്ള അംശങ്ങളെ നേരെ കൂട്ടിയാൽ മതി. ഒന്നും കൂട്ടിയാൽ എത്രയാണ്? 2. അപ്പോൾ 2/4. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കാൻ പറ്റും അല്ലേ. 2/4 എത്രയാ? 1/2 നമ്മുടെ ഉത്തരം. ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ, 1/2 നമ്മുടെ ഉത്തരം. ഉത്തരം എന്ന് പറയുന്നത് 1/2. ഇനി നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, 1/4 കൂട്ടണം 1/4. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്. 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്. കാലും കൂട്ടിയാൽ എത്രയാ? കാലും 1 കിലോ ഉള്ളിയും കൂട്ടിയാൽ എത്രയാവും? 1/2 കിലോ ആവില്ലേ? 1/2 കിലോ ആവില്ലേ? കാലും കൂട്ടി 1/2 ആവൂലേ? അത് നമ്മൾ പഠിച്ചാലേ, പറഞ്ഞാലേ, മനസ്സിലാക്കിയല്ലേ. ചെറുപ്പം തൊട്ട് കടയിൽ പോയി സാധനം വാങ്ങി മനസ്സിലാക്കിയ കാര്യമല്ലേ അത്. കാലും കൂട്ടി 1/2 ആവും. അപ്പോൾ നോക്ക്, കാലും കൂട്ടി 1/2 ആവും. ഇങ്ങനെ എഴുതിയാൽ മതി, അല്ലാതെ ഇതിനൊന്നും നിൽക്കണ്ട. മനസ്സിലാവുണ്ടോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. 10th പ്രിലിംസിൽ ഇപ്പോൾ സ്റ്റേജ് 1ലും 2ലും ഇതേ മോഡൽ ചോദ്യം കണ്ടാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നോക്ക്, ഒരാൾ ഒരു സാധനം 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 25% ലാഭം കിട്ടി. എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടമുണ്ടാകും എന്നാണ് ചോദിച്ചത്. ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വാങ്ങിയ വില എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ കണക്കുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്ക്, 25% ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും? എത്ര ശതമാനമായിരിക്കും? 100നോട് എന്ത് ചെയ്യണം? ലാഭമാകുമ്പോൾ 100നോട് 25 കൂട്ടണം. അപ്പം എത്ര? 125% എന്ന് പറയുന്നതാണ് എന്ത്? 1250. 125% എന്ന് പറയുന്നതാണ് എന്ത്? 1250. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? 10% നഷ്ടമുണ്ടാകാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാ? 10% നഷ്ടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ, നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? 100ന്ന് കുറയ്ക്കുക വേണ്ടേ? അപ്പോൾ 100ന്ന് 10 കുറച്ചാൽ 90. 90% എത്രയാണ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് മനസ്സിലായല്ലോ? ഇത് മനസ്സിലായ ഉത്തരവായി. ഇത്ര എത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാം. എനിക്ക് അറിയാം. ഇത് നോക്കുന്നത്, ക്രോസ് ഗുണിക്കുന്നത് 1250 ഗുണിക്കണം 90 ഡിവൈഡഡ് ബൈ, കഴിഞ്ഞോ? അതാ ഇയാളെ കൂടി 125. വെട്ടിച്ചെറുതാക്കാലോ. അതേ ഈ 125ഉം ഈ 1250 125ഉം വെട്ടി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 10. 10 × 90 എത്രയാണ്? 900. 10 × 90 900. 900 രൂപയ്ക്ക് വിറ്റാൽ അല്ല അയാൾക്ക് എന്തുണ്ടാവും? 10% നഷ്ടം ആണ് ഉണ്ടാവുക. ഇനി ഇത് നോക്ക്, 125% 1250 ആണെങ്കിൽ നമുക്ക് വാങ്ങിയ വില എത്രയാണെന്നാണ് ചോദ്യമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100% എത്രയാണെന്ന് കണ്ടാൽ മതി. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും ചോദ്യത്തിൽ ഉണ്ടാവുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ക്രോസ് ഗുണിക്കുന്നു അല്ലേ? എന്താ? 1250 ഗുണിക്കണം 100 ഡിവൈഡഡ് ബൈ ഈ 125. അപ്പോഴും ഇതും വെട്ടി ഇവിടെ 10. അപ്പോൾ എത്ര ഉത്തരം? 1000. വാങ്ങിയ വില എന്ന് പറയുന്നത് 1000 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിലുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.